സ്നാപ്ഡ്രാഗൺ ട്രിപ്ലൈറ്റ് എന്ന പ്രോസസ്സറുമായിട്ട് വന്ന ലോകത്തിലെ ആദ്യത്തെ ഫോണാണ് MI11. അതുമാത്രമല്ല ഈ ഫോണിൽ എടുത്തു പറയേണ്ട വേറെയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുന്നു എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. xiaomiയുടെ മാർക്കറ്റിംഗ് ലീഡായ സുമിത് സോനൽ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത്. ഇന്ത്യയിൽ ഏതൊക്കെ മോഡൽസ് ലോഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോൺ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MI11 6.81 ഇഞ്ചിൻ്റെ wqhd+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. E4 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ കോഡ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 4 ഭാഗത്തും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MEMC ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. സാധാരണ മറ്റ് ഫോണുകളിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ് 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1500 നിറ്റ്സ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഹാർട്ട് റേറ്റ് മോണിറ്ററായിട്ടും വർക്ക് ചെയ്യും. പിന്നെ ബാക്ക് കവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഗ്ലാസ് ബാക്ക് കവറുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ വീഗൻ ലെതറുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ട്രിപ്ലൈറ്റ് എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ ട്രിപ്ലൈറ്റ് എന്ന പ്രോസസ്സർ ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ചൈനയിൽ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ലോഞ്ച് ചെയ്തിരുന്നു. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വന്നിരുന്നത്. പിന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷൻസും ലോഞ്ച് ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഏതൊക്കെ വെർഷൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. പിന്നെ LPDDR5 റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് VC ലിക്വിഡ് കൂൾ ടെക്നോളജി ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ NFC ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യും. Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് ആയിരിക്കും വരിക. 108 മെഗാപിക്സലിൻ്റെ f1.85 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസർ ആയിരിക്കും വരിക. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സെൻസർ സൈസ് വരിക 1/1.33 ഇഞ്ച് ആയിരിക്കും. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 123 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലി മാക്രോ ലെൻസും വരുന്നതായിരിക്കും. ഈ ഫോണിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ 4600 mAh ബാറ്ററി ആയിരിക്കും വരിക. ഈ ഫോണിൽ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ചൈനയിൽ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വന്നിരുന്നത് 3999 യുവാനാണ്. അതായത് ഏകദേശം 45,000 രൂപ. പക്ഷേ ഇന്ത്യയിൽ സാധാരണ വില കുറച്ചും കൂടി കൂടാറുണ്ട്. ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോൺ ഏകദേശം 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക എന്നാണ്. പിന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം കമ്പനി തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.